നമ്മുടെ ബ്രൂണോ അതേ നോക്കിയാൽ നിന്ന് ഗൃഹപ്രവേശം കഴിഞ്ഞ് പുതിയ ഗ്രഹത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഭയങ്കര സന്തുഷ്ടനാണ് അവൻ്റെ. ബ്രൂണോ എങ്ങനെ എന്നിട്ട് ബ്രൂണോക്ക് ഉറക്കം കൂടിക്ക് ഇതേണ്ട. ചോറ് വയ്ക്കുന്നുണ്ട് കേട്ടോ, കോഴിക്കാല് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, കോഴിക്കാല് ചോറ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നാസ്ത കഴിച്ചില്ലായിരുന്നു, എനിക്ക് പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഇത്തിരി ദിപ്പുണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ നാസ്ത കിട്ടില്ലായിരുന്നു. ഇങ്ങനെ ചെറിയ മയക്കം കണ്ടാൻ ഉറക്കം വേണ്ട. പുതിയ ഗ്രഹം അവനങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്താ ആദ്യമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ അത് രാത്രിയപ്പം ഞാൻ വെച്ചു ഭയങ്കര ഒരു 7-8 മണി വരെ ഞങ്ങളുടെ കൂടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ആണ് അവന്. ബ്രൂണോക്കുട്ടാ എങ്ങനെയുണ്ട്? ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറ. ഹായ് ഹായ് എന്ന് പറഞ്ഞേ, ഹായ് എന്ന് പറ. കുറച്ചേരം കഴിയുമ്പോൾ അയച്ചിടാം കേട്ടോ. അവനെ അയച്ചിട്ട് കഴിഞ്ഞാലേ വീട്ടിലെന്ത് കറി ഉണ്ടാക്കുന്നുള്ളതൊക്കെ അവന് മണം പിടിച്ചിട്ട് അവനറിയണം. ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ പറയുന്നതെല്ലാം അറിയാൻ പറ്റുള്ളൂ. എന്ത് പറ്റിയേ? വിഷമണ്ടാ? ഇങ്ങോട്ട് വരണ? കുറച്ച് കഴിയുമ്പോൾ അയച്ചിടാം കേട്ടോ. ഇപ്പോൾ വെയിലില്ല, വെയിൽ നല്ല വെയിലാകുമ്പോൾ അവിടെ നിന്ന് പോരാം. ബ്രൂണോ മീൻകാരൻ വിളിക്കണ്ട. മീൻ അമ്പോ കാലേക്ക് പുറത്തേക്കിട്ടിരിക്കണേ. അവൻ ഗസ്റ്റുകളുടെ പോലെ കാല് പുറത്തേക്കിട്ടാണ്. ഞാൻ ബ്രൂണോൻ്റെ കൂടൊക്കെ ഒന്ന് പെയിൻറ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ട് പിന്നെ തുരുമ്പ് പിടിക്കില്ല. ഇതുണ്ട്, പക്ഷെ ഒന്നും ഒരേ ശരി അനങ്ങാൻ പറ്റില്ല. പനഡോള് ഒന്നരം കഴിച്ചു, ഇന്നലെയും കഴിച്ചു. മേലൊക്കെ ഭയങ്കര വേന അല്ലേ ബ്രൂണോ? അല്ലെ ബ്രൂണോക്ക് ഇന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയാനെ. കണ്ണടച്ച് എനിക്ക് പോവാ. നമുക്ക് കനാലിൽ വെള്ളം വരുമ്പോൾ അയച്ചു കേട്ടോ. തന്നെ കനാലിൽ വെള്ളം വന്നിട്ടില്ല കേട്ടോ. അവനെ കൊണ്ട് പറമ്പിരിക്കുന്നു പോകാനായിട്ടേ സുഖമില്ല. പിണക്കണ്ട ബ്രൂണോ? പിണക്കല്ല, അവന് ഉറക്കം വരണ്ടാണ്ട. ചോറ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോഴിയുടെ കാലുണ്ടായത്, അതൊന്ന് മഞ്ഞപ്പൊടി ഇട്ട് ചൂടാക്കിയിട്ട് ചോറിലിട്ടു. ബ്രൂണോക്ക് നാളേക്ക് മീൻ മേടിച്ചിട്ടുണ്ടേ. കഴിഞ്ഞു കേട്ടാ, കോഴിക്കാല് കഴിഞ്ഞിട്ടുണ്ട്. കൈയുള്ളിക്ക് വെക്കടാ. കൈയുള്ളിക്ക് വെച്ചാൽ ഇത് വെള്ളം കടിച്ചിട്ട് പോകുന്നത്, കുറുക്കം കടിക്കും. ഇന്നലെ വെളുപ്പിന് ഒരു 2-3 മണിയപ്പോൾ ഒന്ന് കിടന്ന് കുറയ്ക്കണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ കുഴപ്പമില്ല. പോവാടാ നമുക്ക്. ഇതേ മീൻകാരൻ വിളിക്കുന്നു. വെയിലാകുമ്പോൾ ഇതിനെ കൊണ്ടുപോകാം കേട്ടോ. വെയിലാകുമ്പോൾ കൊണ്ടുപോകാം. വിഷമമായിട്ട് കിടക്കാം. അത് ചോറിൻ്റെ കഴിഞ്ഞ് ശരിയാവും. വിശപ്പുണ്ട്, കുറച്ച് ഉറക്കം തൂങ്ങുന്നുണ്ട്. രാത്രിക്കാണ് ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് പുതിയ കൂട്ടി കിടക്കണേ ഇതിനുറക്കം വന്നല്ലേ ഡേ പാവം. ലക്ഷണം കണ്ടെത്തുന്ന ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആശാന് പേടി. കുറുക്കൻ്റെ സൗണ്ട് കേട്ട് കിടന്ന് ഒച്ചുണ്ടാക്കും. പക്ഷേ കുറുക്കൻ്റെ അടിച്ച് ഓടില്ല, അതൊന്നും പോവില്ല, അതിനുള്ള ധൈര്യമില്ല. പോയാൽ തന്നെ എല്ലാം കൂടി ഇങ്ങനെ ഓടിച്ചിട്ട് കടിക്കും. അതുകൊണ്ട് ചേട്ടൻ്റെ വീട്ടിലെ പെട്ടിനെ കടിച്ചാണ്. കുറുക്കൻ കടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണ്ടതിനാ. ഇവനതുകൊണ്ടാണ് കൂടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ അധികം സമ്പർക്കം ഉണ്ടാവില്ല പുറത്തേക്ക്. ബ്രൂണോ പോവാ നമുക്ക്.
ഏ മിണ്ടുന്നില്ല. ബ്രൂണോ മിണ്ടല്ലടാ. ബ്രൂണോ പിണക്കാണോ? അവന് കാര്യം അന്വേഷിച്ച് നടക്കാൻ കൊണ്ടുപോകണില്ല, അതാണ് സംഭവം. വാ ഇറങ്ങി വാ. കൂട് തുറന്നു നോക്കിയാൽ എപ്പോൾ ഓടിയിടും. നിൻ്റെ കൂടൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണ്ടാ. നാളെ പെയിൻ്റ് അടിച്ചു തരാം കേട്ടോ. നാളെ ബ്രൂണോന് പണിയാണ്. ഇത് മുഴുവൻ ഇതൊക്കെ വരച്ച് കളഞ്ഞ് പെയിൻ്റ് അടിക്കണം നാളെ. ബ്രൂണോ ഞാനും കൂടി പെയിൻ്റ് അടിക്കും അല്ലേ ബ്രൂണോ? അതിനൊന്നും നാളെ നിർത്തേണ്ട കാര്യമില്ല. ഇത് കുഴപ്പമില്ല. പക്ഷെ കോഴിക്കോട് കംപ്ലീറ്റ് തുരുമ്പൊടിച്ച് ഇതായി. കംപ്ലീറ്റ് തുരുമ്പൊടിച്ച് ഈ തുരുമ്പ് തട്ടി കളയുമ്പോൾ സാധനം ഒടിഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ കുഴപ്പം.